എന്നാ ഒന്നുകൂടി തീർന്നു. കളത്തിലെ ഭൂതത്താനാ. എപ്പോ കണ്ടാലും എന്നെ ചീത്ത പറയും. ചേട്ടാ, നീ ശബ്ദം ഉണ്ടാക്കരുത്. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ആരാടാ എന്റെ മുണ്ടും താക്കോലും എടുത്തത്? ഞാൻ കണ്ടില്ല. പിന്നെ കുട്ടിച്ചാത്തം വരുമോ? എവിടെ ചെന്നാലും ഈ അസത്തിനെ കൊണ്ടുള്ള ഉത്തരവാ. നാട് കുട്ടിച്ചോറാക്കാൻ ഇവനെ പോലെ ഒരുത്തനുണ്ടായാ മതി. ആരോടാ എന്നെ ബഹളം? കുരുത്തം കേട്ടോച്ചാ, ഒരു സാധനം വെച്ചാ വെച്ചെടുത്ത് കാണൂല. എവിടാ എന്റെ മുണ്ടും താക്കോൽ കൂട്ടോ? ഇവിടെ ഉണ്ടല്ലോ. വേറൊരു ഓർമ്മപ്പശക തുടങ്ങിനാ തോന്നണത്. ഇവിടെ തന്നെ അല്ലേ ഞാൻ വെച്ചത്? കുരുത്തം കേട്ടോച്ചാ, രണ്ടു വാടക വീട്ടിലും ഓരോ ഭൂതത്തന്മാരുണ്ട്. പുറംപറമ്പിലെ മൂവാണ്ടമ്മാവേല് കണ്ണിമാങ്ങ പോയിട്ട് ഒരു പൂ പോലും ബാക്കി വച്ചിട്ടില്ല. നാശൂലങ്ങള്. ഹൈസ്കൂളിൽ പുതിയതായി മാറ്റമെന്ന മാഷ മുരളീധരൻ ഇവിടുത്തെ വാടകയ്ക്കുള്ളൊരു വീട് ഒഴിഞ്ഞിട്ടെന്ന് ആരോ പറഞ്ഞു. കിട്ടിയാൽ ഉപകാരമായി. ഇരിക്കോ. ബാങ്ക് മാനേജർ താമസിക്കുന്നതിന്റെ തൊട്ട വീട് അത് ഒഴിവെന്ന് കേൾക്കല്ലാതെ ആ സ്ത്രീ എന്നോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒഴിഞ്ഞാലും ബാങ്ക് മാനേജർ അങ്ങോട്ട് മാറും. ബാങ്ക് മാനേജർ ഈയിടെ മാറ്റം വന്നതാ. പുതിയൊരു മാഷ വീട് വാടകയ്ക്ക് ചോദിക്കാൻ. ഇവിടെ ആകെ 2 വീടേ ഉള്ളൂ വാടകയ്ക്ക്. 2 ഇവിടത്തെയാ. മാറ്റായി ഇവിടെ വരണോടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാ. ആന്ധ്രയിൽ കൊടുങ്കാറ്റ് 400 പേര് മരിച്ചു. ബാങ്ക് മാനേജർ അങ്ങോട്ട് മാറിയാൽ ആ വീട് ഒഴിവാകുമല്ലോ. അതിനായമ്മ ഒഴിയണ്ടേ? താൻ തന്നെ ഒന്ന് അന്വേഷിക്കും കൃഷ്ണൻകുട്ടി. 40 കോടി ആവശ്യപ്പെടുന്നു. ബാങ്ക് മാനേജറുടെ ഭാര്യ ജഡ്ജി നമ്പ്യാരുടെ ഇളയ മോളാ. കുറച്ചുകൂടെ സൗകര്യം മറ്റേ വീടാ അവർക്ക്. ഒക്കെ അറ്റാച്ചഡാ. ഇവിടെ പോലും അത്രയും സൗകര്യമില്ല. മാസ്റ്ററുടെ സ്ഥലം തൃപ്രയർ അടുത്താ. വീടാവുന്ന വരെ കുടുംബം നാട്ടിൽ നിൽക്കട്ടെ. ശനിയും ഞായറും പോയി വരാമല്ലോ. ഇഷ്ടം പോലെ ബസ്സുണ്ട്. ഞാൻ ആർടിഐ മെമ്പർ ആയ പിന്നെ ഈ നാട്ടിൽ ബസ്സിന് ബുദ്ധിമുട്ടില്ല. ആ വലിയ വടക്കേ വീട്ടിലെ ചെക്കനെ കൊണ്ട് എന്തൊരു ശല്യ. ഉപദ്രവിക്കാൻ ചുറ്റുപറ്റി നടക്കും. ഞാൻ പോണോടത്തൊക്കെ ആ ശീലങ്ങൾ അങ്ങോട്ട് ഒഴിപ്പിച്ചൂടെ? അവറ്റിന്റെ നക്കാപ്പിച്ച വാടക കിട്ടിയിട്ട് വേണോ ഇവിടെ കഴിയാൻ? അപ്പോ ഞാൻ ഇറങ്ങട്ടെ. കേട്ടില്ലേ അമ്മാമ്മ പറയുന്നത്? വീട് ഒഴിയുന്ന കാര്യം നീ ഒന്ന് അന്വേഷിക്കും കൃഷ്ണൻകുട്ടി. അന്വേഷിക്കാം. കുടുംബം ഇല്ലാന്ന് പറഞ്ഞാല് ചിലര് വീട് തരില്ല. അതുകൊണ്ട് ഞാനത് കേട്ടതായി ഭാവിച്ചില്ല. ആരാ വീട്ടില്? ബ്ലോക്ക് ഓഫീസർ ക്ലർക്കായിരുന്നു. ഇപ്പൊ പണിയൊന്നുമില്ല. ഒറ്റപ്പാലം ഭാഗത്താ. കുരുത്തന്നിട്ട് ഒരു ദിക്കിൽ ഇരുത്തില്ല.
സ്വാമി ശരണം. ജയൻ മണ്ണിൽ ആറാടിക്ക് വന്നിരിക്കണു. മര്യാദയ്ക്കൊന്ന് മേലേകുന്നുണ്ടോ? എടാ, നീ അവനെ വല്ല കിണറ്റിലോ കുളത്തിലോ തള്ളിയിടും. അതുവരെ ഉണ്ടാവും കളി. ജയനോട് വരാനാ പറഞ്ഞത്. മാഷെ വിളിക്കണു. നിനക്ക് കുറെ കൂടുന്നുണ്ട്. ഞാനേ നിനക്ക് പറ്റിയിട്ടുണ്ട്. വരാം. ഓർമ്മയുണ്ടോ നോക്കട്ടെ മാസ്റ്റർക്ക്. സുനന്ദ. സർപ്രൈസ്. PV സുനന്ദ, 6th form A. അപ്പൊ മാസ്റ്റർ മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ 3 മാസം പഠിപ്പിച്ചിട്ടുണ്ട്. മാസ്റ്റർ പിന്നെ ലോ കോളേജിലല്ലേ പോയത്? വരൂ, ഇരിക്കൂ. ഒരു കൊല്ലം കഷ്ടിച്ച് ലോ കോളേജില് മടുത്തു. പിന്നെ 4 കൊല്ലം ലോകം നന്നാക്കല്, സമത്വസുന്ദരമായ ലോകം കെട്ടിപ്പിടിക്കൽ, രാഷ്ട്രീയം. തിരിച്ച് വാദ്യാര് പണി തന്നെ ഭേദമെന്ന് കരുതി B.Ed പോയി. ഇതും വലിയ സുഖം ഉണ്ടായിട്ടൊന്നുമല്ല. രാഷ്ട്രീയവും ഇപ്പൊ നല്ല ലൈനാണ് മാഷെ. വലിയ ചെകുത്താന്മാരുമായിട്ട് ഇടപെടേണ്ടി വരും രാഷ്ട്രീയത്തില്. സ്കൂളില് ചെകുത്താന്മാരുടെ സൈസ് ചെറുതായിരിക്കുന്നൊരു വ്യത്യാസമുള്ളൂ. ഒരു സ്മോൾ സൈസ് ഇവിടെയുണ്ട്. തല നനച്ചില്ലല്ലോ. എന്നാലും ഇവിടെ വെച്ച് മാഷെ കാണുന്ന അതിശയം തന്നെ. ഞാൻ അങ്ങാടിയിലുണ്ടാവും മാഷെ. മാഷിരിക്കെ. ആ, സുനന്ദ ഇവിടെ ഒരു ടെമ്പററി വേക്കൻസിയിൽ വന്നു. ഒരു 3-4 എക്സ്റ്റൻഷൻ കഴിഞ്ഞാ പിന്നെ സ്ഥിരാക്കാന്നൊക്കെ ചേരുമ്പോ ഡയറക്ടർ ഓഫീസിൽ നിന്ന് പറഞ്ഞു. പിന്നെ PSC-ക്കാർ വന്നപ്പോ പോരേണ്ടി വന്നു. അരുത, ഇതാരാന്നറിയോ ഹരിമോന്? അമ്മയെ പഠിപ്പിച്ച മാഷ. അമ്മയ്ക്ക് അവിടെ കിട്ടിയോ? ദേ, ഇനി മണ്ണിപ്പരണ്ട് വന്ന ചുട്ട പെട കിട്ടും, പറഞ്ഞേക്കാം. ദേക്കുട്ടൻ നമ്മ ചീത്ത പറയണ കേട്ടില്ലേ? ഭയങ്കര വികൃതിയാ. എന്നും അയൽവക്കക്കാരുടെ കംപ്ലൈന്റ് ആണ്. അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ട് ശിക്ഷിക്കാനും എന്തോ മനസ്സ് വരില്ല. ഭർത്താവ് മരിച്ച സ്ത്രീയാണ്, ബ്ലോക്കിൽ ടെമ്പററി ആയിട്ട് വന്നതാണെന്നൊക്കെ കൃഷ്ണൻകുട്ടി പറഞ്ഞപ്പോ സുനന്ദയാവോന്ന് അറിഞ്ഞില്ല. എന്നായിരുന്നു? ഹരിമോൻ 1.5 വയസ്സ്. അവന് ഓർമ്മയില്ല. അച്ഛൻ മരിച്ചു എന്നതിന്റെ സീരിയസ്നെസ് അറിയാത്ത പ്രായമായതുകൊണ്ട് ഒരു തരത്തിൽ ഭാഗ്യമാണ്. അവന് വിഷമമൊന്നുമില്ല. സൂക്കേടായിട്ട് അധികം ഇല്ല. ബസ് ആക്സിഡന്റ്. പാലത്തുമെന്ന് ബസ് പുഴയിൽ വീണു. 14 ആള് മരിച്ചു. കതിനൂര് വെച്ച്. പത്രത്തിലൊക്കെ വലിയ ന്യൂസ് ആയിരുന്നു അന്ന്. ജോലിയില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക്? ജോലിക്ക് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പലതിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. BA-ക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലതിനൊക്കെ ഏജ് ഒരു പ്രോബ്ലമാണ്. എനിക്ക് 26 കഴിഞ്ഞല്ലോ. B.Ed-ന് ആലോചിക്കുകയല്ല. 1 കൊല്ലം ടൗണിൽ പഠിക്കാൻ നിന്ന ഹരിമോന്റെ കാര്യം കുഴപ്പമാവും. പിന്നെ സ്വന്തം വീട്ടിലാവുമ്പോ ജോലിക്ക് ശ്രമിക്കാൻ എളുപ്പമല്ലേ? ഇവിടെ വാടകയ്ക്ക് താമസിച്ച് ഞാൻ വീടൊഴിയാൻ മാസ്റ്റർക്കൻ തിരക്കുണ്ടാവും. ഏയ് അതല്ല, ശമ്പളവും ജോലിയില്ലാതെ ഇവിടെ താമസിക്കുന്നത് ആലോചിച്ചപ്പോ 2 കൊല്ലം അവിടെ നിന്നു. ഹരിയുടെ അച്ഛൻ മരിച്ച ശേഷം. എന്റെ അമ്മയല്ല, വീട്ടിലുള്ളത് ഇളയമ്മയും കുട്ടികളുമാണ്. അമ്മ മരിച്ചപ്പോ ഇളയമ്മ 2ാമത് കല്യാണം കഴിച്ചത് അച്ഛൻ. രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചാണ് ആരാ എന്താന്നോട് ചോദിക്കാതെ ഞാനിന്ന് കല്യാണത്തിന് സമ്മതിച്ചത്. അതങ്ങനെ ഒരു യോഗം. വീട്ടിലൊരിക്കൽ ഞാൻ കയറിയിട്ടുണ്ട് അന്ന്. മാസ്റ്റർ ആ വഴി വൈകുന്നേരം നടക്കാൻ വരുമ്പോ അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിച്ചു. ചായ തന്നിട്ടേ വിട്ടുള്ളൂ അല്ലേ? ഓർമ്മയുണ്ട്. അല്ല, ചായ അല്ല, 1 കപ്പ് പായസം. അന്ന് ശിഷ്യയുടെ പിറന്നാളായിരുന്നു. മാഷുടെ ഓർമ്മ ഭയങ്കര ഷാർപ്പാണ്. സമ്മതിച്ചുപോയി. ഹരിയുടെ അച്ഛൻ മരിച്ച കൊല്ലം തന്നെയാണ് അച്ഛനും മരിച്ചത്. ജോലിയില്ലാതെ ഇവിടെ നിൽക്കണ എന്തിനാന്ന് വേറെ പലരും ചോദിക്കാറുണ്ട്. 2 കൊല്ലം അവിടെ കഴിച്ചു കൂട്ടിയത്
ഏതോ ഒരു പിച്ചക്കാരി കുഞ്ഞിനെയും കൊണ്ട് കയറി വന്നതാണെന്ന് തോന്നുന്നു. ഇളയമ്മയുടെ ഭാവം കണ്ട ഹരിമോനെ കൂടി കണ്ണീര് കുടിപ്പിച്ചു. 6 മാസത്തേക്കെങ്കിൽ 6 മാസത്തേക്ക്. ജോലി കിട്ടിയപ്പോ ഈശ്വര രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. രക്ഷപ്പെടലില്ല എന്നായിരിക്കും തലയിലെഴുത്ത്. ഓടി ഓടി ചെന്നുപെടുന്നത് വിട്ടതിനും വലിയ കുടുക്കിലാവും. എന്തെങ്കിലും ശരിയാവാതെ എങ്ങോട്ടും പോവാൻ വഴിയില്ല മാസ്റ്റർ. ഓ, എന്റെ പായാരം പറഞ്ഞ് മാസ്റ്റർ ബോറടിക്കണില്ല. എനിക്ക് മോന് ഒരു മുറി മതി. വെറുതെ ചായപ്പിൽ വേണമെങ്കിൽ അത്യാവശ്യത്തിന് വെക്കാനൊക്കെ പറ്റും. ഞങ്ങൾ ഇങ്ങനെ കൂടിക്കൊള്ളാം. ബാക്കി സ്ഥലം പോരെ മാഷക്കും കുടുംബത്തിനും? കുട്ടികൾ എത്ര ആളാ? ആരുമില്ല. എനിക്കിനി ഒരു കുടുംബം ഉണ്ടായിട്ടില്ല. കല്യാണം ഇല്ല. അത് വേറൊരു സർപ്രൈസ്. അതെന്താ സർ? എനിക്ക് കൊള്ളാം ആലോചിക്കാമെന്ന് തോന്നിയവർക്ക് എന്നെ ഇങ്ങോട്ട് ബോധിക്കണ്ടേ? എന്തുകൊണ്ടോ നടന്നില്ല. ഇറങ്ങട്ടെ. ഒറ്റക്കായതുകൊണ്ട് വീട് പങ്കിടാൻ പറ്റില്ലല്ലോ. വേറെ നോക്കാം. ഈശ്വര, ഞാൻ എന്ത് പണിയെ കാണിച്ചത്? ഒരു ഗ്ലാസ് ചായ പോലും തരാതെ പഞ്ചായത്തിലിരുന്നു. 2 മിനിറ്റ് സംസാരിക്കാൻ മാഷ കിട്ടിയപ്പോ. സംസാരം തന്നെയായിരുന്നല്ലോ അന്നും കണ്ണു തെറ്റിയ ക്ലാസ്സില്. ചായ കുടിക്കാൻ നീ വരാം. മാഷ വീണ്ടും കണ്ടുമുട്ടാനുള്ള സന്തോഷം പറഞ്ഞു തീരില്ല. എന്നാലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. എത്ര കൊല്ലം മുമ്പ് കണ്ടതാ? ഒരു 8-10 കൊല്ലമായില്ലേ? 12. 72 ജൂൺ 16 മുതൽ സെപ്റ്റംബർ 20 വരെ കർക്കിടകത്തിലെ തിരുവോണത്തിന്റെ അന്നാണ് പായസം കിട്ടിയത്. പിറന്നാൾ ശരിയല്ലേ? വരാം. എവിടെ പോയി? കണ്ണു തെറ്റാ പിന്നെ അപ്പുറത്തേക്ക് ഓടി. മര്യാദയ്ക്ക് വരുന്നുണ്ടോ ജയക്കുട്ടാ? പോയിക്കോ, ബാക്കി നാളെ. ഈ വേലിയൊന്ന് കെട്ടിച്ചേരാൻ പറഞ്ഞിട്ട് അയാൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ? അടുക്കളപ്പണിക്കാന്ന് പറഞ്ഞ് മാളൂട്ടിയമ്മ ഒരുത്തി അയച്ചു എന്ന്. വൃത്തിന്ന് പറഞ്ഞ ഇല്ലാത്തൊരു സാധനം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ആ, നിങ്ങളെന്നാ വീടൊഴിയുന്നത്? തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ജോലിയൊന്നുമില്ലല്ലോ? ആയിട്ടില്ല. വീട്ടില് പഷ്ണിക്കിരിക്കാം. എന്നാലും വേറൊരു വീട്ടില് പണിക്ക് പോകാൻ വയ്യ. എന്താ ഇവിടെ ഓരോന്നിന്റെ നാട്യം? വല്ലാത്തൊരു നാട് തന്നെ. കോൺഫറൻസ് ഒരു ദിവസം കൂടെ നീണ്ടു. എറണാകുളത്ത് നിന്ന് നേരിട്ടുള്ള ട്രാൻസ്പോർട്ട് കിട്ടി. എറണാകുളത്ത് അച്ഛനെ കണ്ടില്ലേ? സമയം ഉണ്ടായിരുന്നില്ല. നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. ഒന്ന് ഫോൺ ചെയ്യായിരുന്നില്ലേ? അച്ഛാ, എന്റെ കളർ പെൻസില് തരാം, കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? നിനക്ക് ഞാൻ തന്ന പുസ്തകത്തിൽ മാത്രമേ വരയ്ക്കാവൂ. തോന്നി ദിക്കിലൊക്കെ കുത്തി വരച്ച. ആ, അപ്പുറത്തോ? പഴയതെല്ലാം അപ്പടി കഷ്ണായി. അത് ഞാൻ ഹരിക്ക് കൊടുക്കട്ടെ അമ്മേ. എന്തിനാ പഴയത് മാത്രാക്കണേ? ആ ചെക്കന്റെ കൂട്ടത്തിൽ നാടായ നാട് മുഴുക്ക തെണ്ടലാ പണി. ഇവന്റെ ദേഹത്തൊന്ന് നോക്കിയേ, എത്ര ദിക്കിലാ മുറിഞ്ഞിരിക്കുന്നത്. കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചായ ഉണ്ടോ? പാലില്ല. രാവിലെ അരക്കുപ്പിയാ തന്നത്. കുട്ടി കുടിച്ചു പോയിന്നൊരു കാരണവും പറഞ്ഞു. എന്നാണാവോ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? കോൺഫറൻസിന് വന്ന ജനറൽ മാനേജരോട് ഒന്ന് പറയായിരുന്നില്ലേ? എന്ത് മാറ്റം? ആള് മനുഷ്യരുള്ള വല്ല ടൗണിലേക്ക് ഒരു മാറ്റം. വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട് വിജയം, അതറിയില്ല. ഞാൻ അച്ഛനെ എഴുതാം. അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല നിങ്ങളുടെ ജനറൽ മാനേജർ. അടിച്ചു വരാനും തിരുമ്പാനും വരുന്ന പെണ്ണിനെ ഇന്ന് കാണുന്നില്ല. ഞാൻ അടുക്കള പണി ചെയ്യാൻ വേണ്ടത് കുട്ടിയെ നോക്കുക വേണ്ടത്. ഭ്രാന്ത് വരുന്നുണ്ട് എനിക്ക്. ഞാൻ നേരത്തെ എഴുന്നേക്കുന്നുണ്ടല്ലോ. രാവിലെ ഉച്ചയ്ക്ക് വേണ്ടതടക്കം വെച്ചുണ്ടാക്കിയിട്ട് പോവാം. സമയമുണ്ട്. വൈകുന്നേരം വന്ന ഉടനെ നേരെ അടുക്കളയിൽ കയറാം. പോരെ? ഭ്രാന്ത് വരാതിരിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞതിനർത്ഥം.
എന്റെ ബുദ്ധിമുട്ട് ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഓഫീസ്, കോൺഫറൻസ്, ഇത് വല്ലതും അറിയണോ? അറിയുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. ആണുങ്ങള് കുക്കിംഗ്, ഡിഷ് വാഷിംഗ് ഒക്കെ പതിവാ പുറംനാടുകളിൽ. എനിക്കൊരു പ്രയാസവും തോന്നുന്നില്ല. തിരുമ്പാനുള്ളത് ഒന്നിച്ചിട്ടാ മതി. ഞായറാഴ്ച ഒരു ഫുൾ ഡേ വാഷിംഗ്, കുറച്ച് എക്സസൈസും ആവും. ഞാൻ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല മുമ്പ്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് പ്രയാസമില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അച്ഛൻ കോവിലകം കാര്യസ്ഥനായിരുന്നു. അമ്മയ്ക്ക് അവിടെ കുറച്ചാലും വെപ്പ് പണി. ആ പാരമ്പര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ? കുറച്ചൊക്കെ എനിക്കും എല്ലാം അറിയാം. ഞാൻ മുറ്റത്ത് നിൽക്കുള്ളൂ. വേണ്ട, ഇവിടെ നിന്നാ മതി. ഞാൻ പോവും. നീ പോവല്ലേ? ഞാൻ പോവെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞതനുസരിക്കില്ലല്ലേ? വിജയം, അരിശം തീർക്കാൻ ആരെങ്കിലും തല്ലണമെങ്കിൽ ഞാൻ നിന്നുതരാം. അവനെവിടെ? എന്റെ തലയിലേക്ക് കൊല്ലത്തിക്കല് കടന്നു പോവാനാ തോന്നുന്നത്. ജഡ്ജി ബംഗ്ലാവ് ഉണ്ടല്ലോ, പോകാം. സൗകര്യങ്ങളൊക്കെ തികയുമ്പോ ഞാൻ അറിയിക്കാം. പറയുന്ന കേട്ടാ തോന്നും വല്ല സ്വർഗലോകത്ത് നിറങ്ങി വന്ന അപ്സരസാണെന്ന്. ഞാനെന്താ വല്ല ആഫ്രിക്കൻ കാട്ടിലേക്കാണോ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഭേദപ്പെട്ട സ്ത്രീകളുണ്ട്. അവരൊക്കെ ഇടപഴകിയാലേ തെറിക്കുന്ന കിരീടമൊന്നും ഡിസ്ട്രിക്ട് ജഡ്ജി മോളുടെ തലയിൽ വെച്ച് നിന്നിട്ടില്ല. ജോയിനിങ് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഓ, ലൈബ്രറി നോക്കി. വളരെ മോശമാണല്ലോ സർ. ഗ്രാൻഡ് അത്രയ്ക്കേ കിട്ടുന്നുള്ളൂ. ഞാൻ ലിസ്റ്റ് നോക്കി. കൊള്ളാവുന്ന ഒറ്റ പുസ്തകം 4 കൊല്ലത്തിനടയ്ക്ക് വാങ്ങിയിട്ടില്ല. നോക്കിയേ, മാഷ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നൊക്കെ ഞാനും കേട്ടു. സ്കൂൾ തുറക്കുമ്പോ എന്ത് സമരാ തുടങ്ങേണ്ടതെന്ന് നോക്കി കാത്തിരിക്കുക ചെക്കന്മാര്. അതില്ല ഇതില്ല എന്നും കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട. എന്റെ ആവശ്യത്തിന് വല്ല പുസ്തകം ഉണ്ടോ എന്ന് നോക്കി പോയതാണ്. പിന്നെ സമരം ചെയ്തും ചെയ്യിപ്പിച്ചും മടുത്ത് മതിയാക്കി വന്നതാണ് സാർ വീണ്ടും മതേര പണിക്ക്. മനക്കിലെ 10,000 കിട്ടി. പൊളിക്കാൻ ഇറക്കിയതാണ്. കുംഭമീനമായിട്ട് പൊളിക്കുന്നു സുലൈമാൻ പറഞ്ഞു. എവിടെയാ മാഷേ ക്യാമ്പ്? തിരുമേനിയുടെ 10,000. കുടുംബം ഇല്ലാത്ത സ്ഥിതിക്ക് ദുഷ്ചെലവല്ലേ മാഷേ? ഡ്രിൽ മാഷ ലോഡ്ജിലെ സുഖല്ലേ? ചീട്ടുകളിൽ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. ഒറ്റയ്ക്കാലും വല്ലതും വായിക്കാം. 10,000. എനിക്കറിയാം. താഴത്ത് ഒരു 10-20 ആൾക്ക് സുഖമായിട്ട് ട്യൂഷൻ എടുക്കാം. അങ്ങനെ വല്ല നോട്ടമുണ്ടോ? ഏയ്, സൗകര്യപ്പെട്ടാൽ MA പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. സ്ഥലം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കുടുംബം ഉണ്ടാക്കുകയും ചെയ്യാല്ലേ. നോക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. ജ്യോതിഷമുണ്ട് മാധവ മാഷക്ക്. നല്ല പ്രാക്ടീസാ. സൈഡ് ബിസിനസ് ഇല്ലാത്ത ഇവിടെ കുറവാ. അപ്പുക്കുട്ടൻ മാഷക്ക് ഹോമിയോപ്പതി, അത് നല്ല പ്രാക്ടീസാ. നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോസഫിനോ? ഒന്നുമില്ല, പാവം. പിന്നെ അത്യാവശ്യത്തിന് പണ്ടം പണയത്തിന് കാശ് കടം കൊടുക്കും. അത് മാത്രം. ദുബായിലുള്ള മകന്റെ കാശ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഭാഗ്യവാൻ. ആ, വല്ലതും വെച്ചുണ്ടാക്കാൻ രാവിലെയും രാത്രി മതി. ഉച്ചയ്ക്ക് ഹോട്ടലുണ്ടല്ലോ. ആരെയാ കിട്ടുക കൃഷ്ണൻകുട്ടി? ചെക്കന്മാരുണ്ട്, ശരിയാക്കാം. പിന്നെ മാഷേ, പഴയ ചങ്ങാതിമാരൊക്കെ മന്ത്രിയോ MLA ആയി തിരുവനന്തപുരത്ത് ഉണ്ടാവുമല്ലോ. ചിലരൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാര്യം സാധിച്ചു കൊടുക്കുന്ന ഊരി ലൈൻ തുടങ്ങിയല്ലോ മാഷേ. കൊള്ളാം. കൃഷ്ണൻകുട്ടിയുടെ ആലോചന കൊള്ളാം. ഞാൻ ഒരു ബിസിനസിനും കൊള്ളില്ല. എന്നെ വിട്ടേക്ക്. മാഷേ, ഇത് കയ്യിലിരിക്കട്ടെ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എന്താ? ഈ 15-ന് ഒരു പുതിയ കുറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സൈഡ് ബിസിനസ് വേണ്ട മാഷേ. വലിയ എമ്പുതിരിയാണ്. ഞാൻ അങ്ങോട്ട് വന്ന് കാണാൻ നിൽക്കായിരുന്നു. വഴക്കുണ്ട്. 99 വെള്ളപ്പൊക്കത്തിന് മുമ്പുണ്ടാക്കിയതാ. വലിയ ഉപകാരം.
പഴയ കുട്ടിയറയില് അത്യാവശ്യം വെപ്പൊക്കെ ആവാം. നാട്ടിലുള്ളതൊന്നും വേണ്ടാന്നുണ്ട്. അല്ല, അകാലുള്ളവർക്ക് അത് ഇഷ്ടാവില്ല. ഞാൻ ആഹാരം അധികവും പുറത്തുനിന്നാവും. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ലേ. ഇപ്പൊ നമ്പുരാരും ആ റൂട്ടൊക്കെ പെരുമാറാൻ തുടങ്ങിയിരിക്കണു. ഇനി വാടകയ്ക്കാന്ന് പുറത്ത് പറയണ്ട. അത് കിട്ടുന്നത് വലിയ ഉപകാരം തന്നെയാട്ടോ, സംശയമില്ല. എന്നാലും പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ചോളൂ. തിരുമേനിയുടെ മക്കളൊക്കെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചു. അയാളുടെ മക്കളിപ്പോ 2 ആളുണ്ട്. പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. 2ഉം 10 പാസാ. പണിയൊന്നുമില്ല. മതം മാറാൻ വകുപ്പുള്ള മാതിരി ജാതി മാറാൻ വല്ല വകുപ്പും ഉണ്ടോ ആവോ? പല ഹരിജനോ ഗിരിജനോ ഒക്കെ ആയി മാറാൻ പറ്റിച്ചാൽ 2 ആളെയും കീഴ്പോട്ട് ഇറക്കാം. എന്താ? നിവൃത്തിയില്ലല്ലോ തിരുമേനി. വാ കയറുക. ആദ്യത്തെ വിരുന്നുകാരൻ ഹരിയാണ്. നിന്നെ വിചാരിച്ചിട്ടാ ഇത് പോക്കറ്റിലിട്ടത്. അമ്മ ഒന്ന് വരാൻ പറഞ്ഞു. കേസും കൂട്ടും ഇഷ്ടമായിട്ടല്ല, പലരും പറഞ്ഞു. അപ്പൊ വക്കീൽ നോട്ടീസ് അയപ്പിച്ചു. ഹരിയുടെ അച്ഛന്റെ വീട്ടുകാരിൽ നിന്നും സഹായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആക്സിഡന്റിന്റെ പേരിൽ ബസ് കമ്പനിക്കാരെന്തോ തന്നു വെച്ച് കണക്ക് ചോദിക്കാൻ വന്നു അളിയന്മാർ 2 പേരും. മരിച്ച ചന്ദ്രശേഖരൻ അവകാശപ്പെട്ടതായി സ്വത്തൊന്നുമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് വക്കീല്. വീടും കൃഷിസ്ഥലമെല്ലാം അച്ഛൻ പെൺമക്കൾക്ക് എഴുതി വെച്ചാണത്രേ. സ്വത്ത് മോഹിച്ചിട്ടല്ല, ഹരിമോൻ കഷ്ടപ്പെടാതെ വളരണം, പഠിക്കണം. അതൊക്കെ വിചാരിച്ചപ്പോ കേസ് കൊടുത്താൽ മോന്റെ പേരിൽ എന്തെങ്കിലും നീക്കി വെക്കേണ്ടി വരില്ലേ അവർക്ക്? മാഷം കുറെയൊക്കെ നിയമങ്ങൾ പഠിച്ചല്ലേ. ഇതും കൊണ്ട് കോടതിയിൽ പോയാൽ 5-6 കൊല്ലം ഒരു വക്കീലിന് കോളാവും, അത്ര തന്നെ. ഹരിയുടെ മകന്റെയോ മകന്റെയോ കാലത്ത് അനുകൂലമായൊരു വിധി കിട്ടിയേക്കാം ചിലപ്പോ. വീട്ടുടമസ്ഥന്റെയും നാട്ടുകാരുടെയും മുമ്പില് ഞാൻ ഒന്നിനും കുറവില്ലാന്ന മട്ടിൽ പിടിച്ചു നിൽക്കുകയാണ് മാസ്റ്റർ. ഇതുവരെ ഇല്ലായ്മയും വല്ലായ്മയും പുറത്തു കാട്ടാൻ വയ്യല്ലോ. ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം മാസ്റ്റർ? നോട്ടീസും മറുനോട്ടീസും കൊണ്ട് കാര്യമില്ല. നേരിട്ട് അവരോട് വിഷമതകൾ പറയണം. അവരും മനുഷ്യരല്ലേ. സ്വന്തം ആങ്ങളുടെ കുട്ടിയും ഭാര്യയും കഷ്ടപ്പെടുന്ന അറിയുമ്പോ എന്തെങ്കിലും ചെയ്യില്ലേ? പോയി നേരിട്ട് കാര്യം പറയണം, ചോദിച്ചു നോക്കണം. മാഷും കൂടി വന്നെങ്കിൽ പോവാമായിരുന്നു. വരണം, ഒരു ധൈര്യത്തിന്. വിഷമമാവില്ലെങ്കിൽ